ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം. തുടർച്ചയായി മലബന്ധം ഉണ്ടായാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഈസ് ദി മദർ ഓഫ് ഓൾ ഡിസീസ്. മലബന്ധം എന്ന് പറഞ്ഞാൽ ഒരു മൂലകാരണമാണ് ഓരോ അസുഖത്തിൻ്റെയും. നമ്മുടെ ആഹാരത്തിൽ ഫൈബർ അല്ലെങ്കിൽ നാരിൻ്റെ അളവ് പൂർണ്ണമായും കുറയുമ്പോഴാണ് നമുക്ക് ഒരു കോൺസ്റ്റിപ്പേഷൻ ഒരു അവസ്ഥയിലോട്ട് നാം പോകുന്നത്. മാറാനുള്ള എളുപ്പവഴികൾ: ആഴ്ചയിൽ ഒരു മധുരക്കിഴങ്ങ് എടുക്കുക. അവക്കാഡോ ജ്യൂസായിട്ടോ അവക്കാഡോ ഫ്രൂട്ടായിട്ടോ കഴിക്കുക. ഫ്ലാക്സ് സീഡ്, ഫൈബർ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കഴിക്കുക. വെണ്ണ, നെയ്യ് അടങ്ങിയ ഫാറ്റ് അടങ്ങുന്ന ആഹാരങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. കസ്കസ് വെള്ളത്തിലിട്ട് കുടിക്കുന്നത് നല്ലതാണ്. ഉണക്കമുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ മാറാൻ നമ്മെ സഹായിക്കും. ഉലുവ, എള്ള് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ തുടർച്ചയായി മലബന്ധമുണ്ടായാൽ വലിയൊരു സർജറിക്ക് തന്നെ കാരണമായേക്കാം. വയറ്റിൽ നിന്ന് പോകാതിരുന്നാൽ നാം പ്രഷർ ഉപയോഗിച്ച് മലസേചനം നടത്തുകയാണെങ്കിൽ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് മുന്നോട്ട് പോവുകയും ഫിഷറീസ് എന്ന് പറയുന്ന ഒരു സർജറി പ്രൊസീജിയറിലോട്ട് മാറുകയും ചെയ്യേണ്ടി വരും. നേരത്തെ തന്നെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ശരിയാക്കാവുന്ന ഒരു അസുഖം തന്നെയാണ് മലബന്ധം. ഏവർക്കും ഒരു ഉപകാരമായ വീഡിയോ ആയി തോന്നുന്നുവെങ്കിൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.